ഹലോ, കൊടുവള്ളി സാറുണ്ടോ? ഞാൻ യോഹന്നാൻ ഓനാച്ചനേ. എന്നെ മനസ്സിലായില്ലയോ? ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയൊക്കെ വെച്ചതേ. ഓർമ്മയില്ലയോ നമ്മളെല്ലാം കൂടെ മട്ടൻ ബിരിയാണി വെച്ച് കഴിച്ചത്? മോൻ തെറി വിളിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ലായിരുന്നു അതൊന്നും. ഞങ്ങൾ തറവാട്ടിലായിപ്പോഴേ അങ്ങാടിക്കല്. ആൻസിമോൾ എന്റെ കൂടെ ഉണ്ട്. ഫോണേ കൊടുവള്ളി സാറിന്റെ ഒന്ന് കൊടുത്താട്ട്. അതെന്ത് പറ്റി? അപ്പൊ അനന്തൻ എവിടെ കാണുമായിരിക്കും? അപ്പൊ ആള് ബോംബെയിലാണോ അത് ഇവിടെ ഉണ്ടോ? ഭാര്യയ്ക്ക് അറിയത്തില്ലയോ ഭർത്താവ് ഇവിടെ ആണെന്ന്? ആൻസി മോഡൽ ഒന്ന് കൊടുക്കട്ടെ ഞാന്. എന്നാ ശരി ശരി ശരി. അവരെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുക മോളെ. ഹലോ, എന്താ കാര്യം? ഞാനൊരു മീറ്റിങ്ങിലാ, പിന്നെ വിളിക്ക്. ഹൈദരാബാദിൽ ഈ സെറ്റുകൾ മുഴുവൻ പൂർത്തിയായി കിടക്കുന്നതാ. ഇതെല്ലാം കണ്ട് ഓക്കെ പറഞ്ഞാണോ ചുറ്റപ്പൻ? അത് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, പോയി ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതെ, സുധാകർജിയുടെ ചീഫ് ക്യാമറമാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ പറഞ്ഞതാ, ബഡ്ജറ്റും അപ്രൂവ് ചെയ്തതാ. സുധാകർജി ഫയൽ ചെയ്ത ബില്ലും ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. അത് സുധാകർജി ചാച്ചാജി ഫിലിംസിനായിട്ട് അപ്രൂവ് ചെയ്തില്ലേ? ചിറ്റപ്പൻ പോയി കൺഫേം ചെയ്തില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ക്യാമറാമാൻ പോയി സെറ്റ് നോക്കട്ടെ, അത് നോക്കട്ടെ, എന്നിട്ട് ബഡ്ജറ്റ് റിവേഴ്സ് ചെയ്യാം. ഈ ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ബഡ്ജറ്റ് കൂടുതലാന്നാ പറയണേ? ആണ്, എനിക്കങ്ങനെ തോന്നുന്നത്. ചിറ്റപ്പ, ഇത് ശരിക്കും മദ്രാസിലും ചിത്രാഞ്ജലിയും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഇതിപ്പോ ബഡ്ജറ്റ് കൺട്രോളിലല്ലാതാവും. നമ്മൾ ഉദ്ദേശിച്ച പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യന്മാർ തന്നെ ചെയ്യണം. നമുക്ക് ഐഡിയ കൊടുക്കാനല്ലേ പറ്റൂ. അതുകൊണ്ട് സെറ്റ് അവിടെ കിടക്കട്ടെ, നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ട കുറെ കറക്ഷൻസ് വേണം. എങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഹൈദരാബാദ് പോവാം. സെറ്റിന്റെ പണിയാണല്ലോ ആദ്യം തീരേണ്ടത്. അതെ, ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ഞാൻ പറയാം. ഏയ്, ടിക്കറ്റ് ഒക്കെ ഞാൻ പറഞ്ഞോളാം, അതിന് ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ, പോണ ഡേറ്റ് മാത്രം കൂടി തീരുമാനിച്ചാ മതി. അപ്പൊ പിന്നെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ? എന്തിനാ താമസിക്കുന്നേ അനന്ത? അപ്പൊ നാളെ തന്നെ പോകാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചോ? അപ്പൊ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കാം. 4 ടിക്കറ്റ് അല്ലയോ? ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഏയ്, 4 എന്തിനാ? 2 മതി. ഞാനും അനന്തനും മാത്രല്ലേ പോണുള്ളൂ. അപ്പൊ 2 മതി. അത് ഞാൻ അങ്ങോട്ട് ബുക്ക് ചെയ്തോളാം. അപ്പോ ആ ഭാഗമൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ശരി, അതാ നല്ലത്. അതുപോലെ ചെയ്യാം. മോളെ, ഇതാ മോളെ, ഇതാ പഞ്ചസാര ഇട്ടത്. എനിക്ക് ഉപ്പിട്ടത് മതി. മോളെ, ഇനി അവന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? അതുകൂടെ തീരുമാനിച്ചിട്ട് വേണ്ടേ നമുക്ക് പോകാൻ, അല്ലേ അലക്സേ? അനന്തു അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല ഒച്ചാപ്പ. കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അവർക്കും അത്രയും കാര്യമാണ് അനന്തുനെ. അല്ലുവിനെ അമ്മയും കാണാതെ അനന്തു ഈ ജന്മം ജീവിക്കില്ല, അതെനിക്കറിയാം. ഇതിപ്പോ എല്ലാരും കൂടെ അനന്തുനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചതാ. അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളല്ലേ എഴുതിയിരിക്കുന്നേ? ഇല്ലാത്ത കാര്യങ്ങളല്ലേ എല്ലാം എഴുതിയേക്കുന്നേ. ഷൈജു വക്കീല് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിലേ അനന്തന്റെ ലക്ഷ്യം വേറെയാ, ഡിവോഴ്സ് തന്നെ. കൊച്ചുങ്ങളെ വേണോന്ന് അവൻ ഡിമാൻഡ് ചെയ്യും. നമ്മുടെ ഈ വീടിന് വേണ്ടി മുടക്കിയ പൈസയില്ലേ, അതവൻ തന്നെ മുടക്കിയതല്ലയോ? അതിന് വല്ല രേഖയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. മോഡയും വല്ലോ ഉണ്ടോ? പക്ഷേ അവന്റെ കയ്യിൽ അത് കാണും, രേഖയുണ്ടാവും, കണക്കും കാണും. നിന്റെ പെണ്ണുപിള്ളെ പോലെ അല്ലല്ലോ അവളെ രേഖയും വെച്ചോണ്ടിരിക്കാൻ. അനന്തു ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. നമ്മുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയതാ മനുഷ്യനല്ലേ. ആനിയുടെ പഠിപ്പും ജോലിയും എല്ലാം. ആ കണക്കൊന്നും ഒരിക്കലും അനന്തു ചോദിക്കില്ല. ആ, അത് നിന്റെ വിശ്വാസം. അത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അലക്സ് പറയുന്നത് ശരിയാ മോളെ. ഈ ഷൈജ് വക്കീൽ പറയുന്ന പോലെ ഇതിനകത്ത് വല്ല കുലട്ടും ഉണ്ടോ? അനന്തം ചെയ്തില്ലേലും അവന്റെ ചേട്ടനും ആ ചേട്ടത്തെ വക്കീലില്ലയോ, അവളും കൂടെ ചെയ്യും. അവക്ക് ഭയങ്കര കാഞ്ഞ ബുദ്ധിയാ. അവിടെ ബുദ്ധിയാ ഇത്. ആ, അതാ ഞാൻ പറഞ്ഞ കേസ് ഷൈജു വക്കീലിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന്. ഇപ്പോഴേ നീങ്ങിയില്ലെങ്കിലേ നമ്മളെല്ലാരും വഴിയാതാവും, കിടപ്പാടം പോലും ഇല്ലാതാവും. അലക്സേ, ഒരു 20 രൂപ ചില്ലറ
എടാ ഇന്നലത്തെ ബാക്കി നിന്റെ കയ്യിലുണ്ടല്ലോ. അത് ഇന്നലെ വൈകിട്ടേ മറ്റേ കുപ്പി മേടിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് പോയില്ലേ? അതങ്ങ് തീർത്തു. നല്ല നാരങ്ങളായിരുന്നു കേട്ടോ. എത്രയാ പൈസ? 20 രൂപ. 20 ഉണ്ടോ? ഞങ്ങളുടെ തോണിക്കരയ്ക്കാണെ 10 ഉള്ളൂ. അലക്സേ വിട്ടോ. പിന്നെ വേറെന്താ? എടാ ഞാൻ വിളിക്കാമേ. ആരോ വന്നിട്ടുണ്ട്, വിളിക്കാം. ഓക്കേ. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവൻ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ മോളെ. ആൻസി കുഞ്ഞമ്മ നാട്ടിൽ നിന്ന് വരുവാണോ? മോൻ എങ്ങനെയുണ്ട്? നടക്കാറായോ? ഇല്ല. നാട്ടില് സ്കൂളിൽ ചേർത്തോ അവരെ? എടി കൊച്ചേ, കുടുംബചരിത്രം കേൾക്കാൻ വന്നതല്ല. അനന്തരണ്ടാകത്ത്. ആ ഉണ്ട്. അവനൊന്ന് കാണാനാ ഞങ്ങൾ വന്നത്. മേളൊരു മീറ്റിംഗ് നടക്കുക. എല്ലാരും ഉണ്ട് അവിടെ. പുതിയ മൂവി പ്രൊഡക്ഷൻ തുടങ്ങാ. പപ്പയും ചിറ്റപ്പനും ഋഷിയും എല്ലാരും കൂടി. അപ്പൊ നിങ്ങൾ സിനിമ പിടുത്തം തുടങ്ങിയോ? അതെന്തായാലും നന്നായി. നിങ്ങൾ കേറിയിരിക്കും, ഞാൻ പറയാം. കൊച്ചേ, നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം. വേണ്ട കൊച്ചപ്പ, ഇങ്ങോട്ട് വന്ന്. മോളെ, നീ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. വേണ്ട കൊച്ചപ്പ. കൊച്ചപ്പ മിണ്ടാതിരുന്നാ മതി. മിണ്ടാതെ നിന്നെ കാണുന്നതൊക്കെ. വരുന്നുണ്ട്. എന്തു വേണം? അയ്യോ ഒന്നും വേണ്ടായേ. എന്റെ മരുമോൻ ചെറുക്കനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അനന്തനോടൊന്ന് സംസാരിക്കാൻ വന്നതാ. വക്കീൽ നോട്ടീസ് കിട്ടിക്കാണും. നിങ്ങൾ എല്ലാരും കൂടെ നിർബന്ധിക്കാതെ അനന്തു അങ്ങനെ ചെയ്യില്ല. അതൊക്കെ അവന്റെ വ്യക്തിപരമായ കാര്യമാ. ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടിട്ടില്ല. നിന്നെ കല്യാണം കഴിച്ചതും ഡിവോഴ്സ് ചെയ്യുന്നതും ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ. തല തിരിഞ്ഞു പോയവന്റെ തല നേരെയായി. അവനെ അവന്റെ ചേട്ടനും കുടുംബവും വേണോന്ന് പറഞ്ഞു. ഇറങ്ങി പോവാൻ പറയാൻ പറ്റുമോ? ഞങ്ങളെ പാരമ്പര്യമായിട്ട് ബിസിനസ്സുകാരാ. അതിന്റെ മീറ്റിംഗ് നടക്കുക മോളില്. ഇനി ഉച്ച കഴിഞ്ഞ് ഇറങ്ങി വരൂ. എല്ലാവരും ഉണ്ട് അവിടെ. എന്നാ വാ മോളെ, നമുക്കേ അവന്മാരെ മോളിൽ പോയി കാണാം. മോളിലൊന്നും പോവാൻ പറ്റില്ല. അവിടെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുക. ആവശ്യമില്ലാതെ ചെല്ലരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. അതാ ഞാനും പോകാത്തത്. സാരമില്ല, മീറ്റിംഗ് കഴിയുന്നവരെ ഞങ്ങൾ അവിടെ ഇരുന്നോളാം. ഡീ, നീ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? ഇപ്പൊ അനന്തൻ സമാധാനമായിട്ടിരിക്കുക. ഇനി അവന്റെ സമാധാനം കെടുത്താനായിട്ട് നീ കേറി വരരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അനന്തു എന്റെ ഭർത്താവാണ്. 10-20 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാ. അയാളുടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാ ഞാൻ. ആ മനുഷ്യനോട് സംസാരിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അതെ, ഇനി ആ അവകാശമൊക്കെ പറഞ്ഞിട്ട് എന്തിനാടി? നീ വക്കീൽ നോട്ടീസ് വായിച്ചില്ലേ? ഒന്നും തലേ കേറിയില്ലേ? എന്തിനു സത്യമുണ്ടോ? എല്ലാം കള്ളല്ലേ? നീ എന്തുവായി പറയുന്നേ? കള്ളമാണെന്നോ? വല്ലവന്റെയും കൂടെ പോയി കിടന്നതിന്റെ വീഡിയോ കള്ളമാണെന്ന് തെളിയിക്കാൻ നടക്കുന്നു. എന്നിട്ട് എന്തായി? ആ പാവം പിടിച്ച സൈബർ ഉദ്യോഗസ്ഥൻ അയാളുടെ ജീവിതം കൂടി തൊലഞ്ഞു. അയാളെ കൊണ്ട് വീട് വാടകയ്ക്ക് എടുപ്പിച്ച് പൊറുതി തുടങ്ങിയിരിക്കുന്നു. അപാര ചങ്കൂറ്റം തന്നെ നിനക്ക്. എന്നിട്ട് കേറി വന്നിരിക്കുന്നു ഭർത്താവിനെ കാണാൻ. പുറത്തോട്ട് നിന്നാ കാണാലോ ഒരുപാട് ഭർത്താക്കന്മാരെ.
എന്റെ കൈക്ക് വേറെ ജോലി ഉണ്ടാക്കരുത്. നിന്നെ പുഴുത്ത നാവുണ്ടല്ലോ, ആശ്രയിച്ച് കത്തിക്കും ഞാൻ. ഒന്നും പറയണ്ടെങ്കിൽ എന്നാ കത്തിക്കങ്ങോട്ട്. കൊച്ചപ്പനോടല്ലേ പറഞ്ഞു. ഇയാൾ എന്ത് അവകാശം പറഞ്ഞ ഈ വീട്ടിൽ കയറിയത്? ഭർത്താവിന് വേണ്ടാന്നും പറഞ്ഞ് ഇറക്കി വിട്ടതാ ഇവളെ. എന്നിട്ട് പിന്നെ കേറി വന്നിരിക്കുന്നു. പൊയ്ക്കോണോ ഇവിടുന്ന് എല്ലാരും? എന്താടി നോക്കുന്നേ? നീ ആരെയും നോക്കി പേടിപ്പിക്കുന്നേ? ഡേ, നീ എങ്ങോട്ട് പോവാ? ഡേ, അവിടെ നിൽക്കാൻ. ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിന് 2 ചോയ്സ് ഉണ്ട്. ഞാനൊരു ലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തെലുങ്കിൽ തന്നെ ഇപ്പൊ ഹീറോയിനായിട്ട് വർക്ക് ചെയ്യണ ഒരു കുട്ടിയുണ്ട്, മലയാളിയാ. ഓഹോ, നമ്മുടെ ഡേറ്റും അവരുടെ ഡേറ്റും തമ്മിൽ മാച്ച് ആവുമെന്ന് മാത്രം. എന്നെ കാണാൻ തന്നെയാണോ വന്നത്? അനന്തൊന്ന് വരൂ, ഒരു കാര്യം സംസാരിക്കാനായിട്ടാ. ഒരു മിനിറ്റ്. ഞങ്ങളൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാ. ആരെയും ഇങ്ങോട്ട് കയറ്റി വിടണ്ടെന്ന് ഞാൻ താഴെ പറഞ്ഞാണല്ലോ. ഇവള് താഴെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ ഇങ്ങോട്ട് കേറി വന്നത്. മീറ്റിംഗ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അനന്തിനോട് സംസാരിച്ച് ഞാൻ പൊക്കോളാം. ഒന്ന് വരൂ. നിനക്കെന്താ സംസാരിക്കാനുള്ളത്? പറയാനുള്ളത് അനന്ത് മാത്രം കേട്ടാ മതി. ഞാൻ മാത്രമായിട്ട് കേൾക്കാൻ ഇനി എന്തുവാ? കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടു, കാണാനുള്ളത് മുഴുവൻ കാണുകയും ചെയ്തു. ഇനി അതിനപ്പുറത്ത് എന്തുവാ? അതല്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞോ, എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞോ. എല്ലാവരും കേൾക്കട്ടെ. ദാ ബേബിയുണ്ട്, ദാ കൊടുവള്ളിയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, ദാ ഋഷി, നിങ്ങളുടെ പഴയ ബോസ്. പറയാനുള്ളത് പറഞ്ഞോ. എനിക്കൊരു രഹസ്യവും ഇല്ല. ഇത്രയും കാലം രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചതൊക്കെ ഇനി പരസ്യമായിട്ടങ്ങ് പറഞ്ഞു. രഹസ്യമായിട്ട് വെക്കാൻ ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം പരസ്യമായില്ലേ. 6 ഷീറ്റ് പോസ്റ്ററും ഹോൾഡിങ്സും ഇഷ്ടം പോലെ ഇറങ്ങിയില്ലേ. ഇനി എന്തുട്ട് രഹസ്യം? എന്നെ പരിചയം കാണും, പന്തളം ബേബി. എന്റെ ഒരു പ്രോജക്റ്റ് ഇട്ട് പണിയന്ന് പോയതാ. ആ പ്രോജക്റ്റ് അതോടുകൂടി നിന്നു. നീ കാരണം റെയ്ഡും പോലീസ് കേസും കോടതിയും ഒന്നും പറയണ്ട. എന്നാ ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. ബേബി അതോടുകൂടി അങ്ങ് രക്ഷപ്പെട്ടു. ഈ പന്തളം ബേബിക്കേ, പന്തളത്തിന്റെ അപ്പുറത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു മേൽവിലാസമുണ്ട്. ചില ശനിപ്പിഴകൾ നമ്മുടെ അടുത്ത് നിന്നാ മതി, നമ്മൾ അതോടുകൂടി അങ്ങോട്ട് രക്ഷപ്പെടും. അല്ല ആനന്ദ, ആനന്ദന്റെ അനുഭവം അതല്ലേ? അനന്തു, പ്ലീസ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാനാ. ഒന്ന് വരൂ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തുള്ളതെല്ലാം ഞാൻ കോടതി പറഞ്ഞോളാം. അതിനപ്പുറം ഒന്നുമില്ല. ആൻസി മാഡത്തിന് എല്ലാം തുറന്നു പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ. പോലീസുകാരുണ്ട്, മന്ത്രിമാരുണ്ട്. വലിയ പിടിപാടാന്നാ കേട്ടത്. ബേബിച്ചായൻ പറഞ്ഞ പോലെ ആൻസി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നവിടെ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു. അനന്തു ഇങ്ങനൊരു ട്രാപ്പിൽ പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവരെല്ലാരും കൂടെ പറഞ്ഞ് ചതിക്കുക അനന്തുവിനെ. ഇവരെല്ലാരും കൂടെ നീ അനന്തുവിനെ തിരുത്താനൊന്നും നോക്കണ്ട. അനന്തുവാണ് ശരി. നിന്റെ ചരിത്രം മുഴുവൻ വള്ളിപുള്ളി തെറ്റാതെ റെക്കോർഡാ. 18ാമത്തെ വയസ്സിലാണ് നിന്നെ ഞാൻ കാണുന്നത്. അതിന് ശേഷമുള്ള ചരിത്രമേ എനിക്കറിയൂ. അതിന് മുൻപുള്ളതൊക്കെ ദാ ഈ ഇരിക്കുന്ന ബേബിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇനി ഞാനായിട്ട് പബ്ലിക്കിനെ അറിയിക്കണ്ടല്ലോ. സത്യം പറഞ്ഞ എന്റെ ജീവിതാനുഭവം വെച്ച്
ഞാനൊരു പുസ്തകം എഴുതാൻ പോവാ. അതിലെ മുഖ്യ കഥാപാത്രം നീയാ. പിന്നെ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഉണ്ട്. അതെ, ദാ നിൽക്കുന്നു നിന്റെ മാമൻ. ഡാ, തെമ്മാടിത്തരം പറയുന്നോടാ. നിന്നെ ഇന്ന് ഞാൻ- ഇറങ്ങിക്കട്ടെ. എന്താ ഇയാള് നീ ആരാടാ? മാമൻ. ആരാടാ മാമൻ? ആരാടാ മാമൻ? ഏതിക്കിത് പന്താമ്പേ? ആരാടാ മാമൻ? നിന്നെയൊക്കെ കാണിച്ച് തരുന്നോടാ ഞാൻ. കത്തിച്ചോടാ. ആരാടാ നീ? മാമൻ. തെമ്മാടിത്തരം. വിടറാ എന്നെ. മൊത്തം കത്തിച്ച് കളയും ഞാൻ. നിന്നെ ഉൾപ്പെടെ കത്തിക്കൂടാ. വിടറാ എന്നെ. ഇങ്ങോട്ട് വരാ. വിടറാ എന്നെ. ഇങ്ങോട്ട് വാ. വിടറാ, രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ല. വിടറാ. എടാ, അലക്സേ, വിടറാ എന്നെ. എടാ, വിടറാ. വിടാനാ പറഞ്ഞത്. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വാ കൊച്ചപ്പാ. ഇങ്ങോട്ട് വാ. താഴോട്ട് ഇറങ്ങ്. ഇറങ്ങ് താഴെ. എന്നോടാ. ഇങ്ങോട്ട് വരാൻ. എന്നോട്. താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലയോ? എടാ, ഒന്ന് ഇങ്ങോട്ട് വിടറാ. വാ കൊച്ചപ്പാ. വാന്ന്. വിടറാ. കൊച്ചപ്പ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. അറിയില്ല. ഞാൻ ആരാണ്? ഇങ്ങോട്ട് വാന്ന്. എന്നോടാ. ഇങ്ങോട്ട് വാ കൊച്ചപ്പ. അലക്സേ, വിടറാ. പറയുന്നത് കേൾക്കാൻ. വിടറാ. അവൻ വലിയ കോടീശ്വരനാണെങ്കിൽ നമുക്കെന്താ? വെറുതെ അല്ലല്ലോ, നമ്മുടെ കൊച്ചിനെ മോഹിപ്പിച്ച് കൊണ്ടുപോയിട്ടേ സിനിമാക്കാരിയാക്കാമെന്ന് പറഞ്ഞിട്ടല്ലയോ. എന്നിട്ട് പോയി കള്ളവീഡിയോ ഉണ്ടാക്കി. കൊച്ചിനെ ഉപേക്ഷിക്കാണ് ഇപ്പൊ അവന്റെ പരിപാടി. അവനും അവന്റെ ചേട്ടനും പെണ്ണും പിള്ളയും എല്ലാവരും ഉണ്ട്. നമ്മൾ അന്യജാതി, സമ്പത്തും പണവും ഇല്ലാത്തവർ. അവനിപ്പോഴേ വേണ്ടാന്ന് തോന്നിക്കാണും. ഇല്ലെങ്കിലേ വക്കീലോട്ടി സഹിക്കുമോ? കൊച്ചുകളെ വേണ്ടാന്ന് വെക്കുമോ? മോളെ നോക്കിക്കോ, അടുത്ത 6 മാസത്തിനകം അവൻ വല്ല സിനിമാ നടികളെയും കിട്ടും. ഇത് അതിനുള്ള പരിപാടിയാ അല്ലയോടെ അലക്സേ? അത് ശരിയാ. ഞാൻ അന്നേ പറഞ്ഞല്ലയോ അവന്റെ പോക്ക് അങ്ങോട്ടാന്ന്. ആൻസി, വാങ്ങാനുള്ളത് പിടിച്ചു വാങ്ങിച്ചോണം, വിട്ടുകൊടുക്കരുത്. 2 പിള്ളേരെ ഒരു നിലയിൽ എത്തിക്കണമെങ്കിലേ വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാന്ന് വെച്ചാ അതുണ്ടോ? വിറ്റുകൊടുക്കാൻ വല്ല സ്വത്തും ഉണ്ടോ? അതും ഇല്ല. ആകെ ഉള്ളത് 40 മൂട് റബ്ബറാ. അതൂടെ അവൻ അവകാശം പറഞ്ഞ് വാങ്ങിക്കുമെന്നല്ലേ നിന്റെ മിന്ന വക്കീൽ പറഞ്ഞത്? മോളെ ആരാ? കൊച്ചപ്പ സൈബർ ഓഫീസിൽ നിന്നോ? രാജ്മോഹൻ ആയിരിക്കും. അല്ല, ഓഫീസിന്റെ നമ്പറാ. എടാ, വണ്ടി ഒന്ന് നിർത്തിക്കൂടെ, ഫോൺ ചെയ്യട്ടെ. ഹലോ. ആ സർ. എന്താ സാറേ? ശരി സർ. എന്താ മോളെ? ഓഫീസിലോട്ട് ചെല്ലാൻ. ആ, അപ്പൊ പുതിയ ആള് വന്ന് കാണുമായിരിക്കും അല്ലയോ? ഇത് പണിയാ. നമ്മൾ അവന്റെ തറവാട്ടിൽ പോയി ഇറങ്ങി ഉടനെ തന്നെ വിളി വന്നുണ്ടോ? ഇത് ഭയങ്കര പിടിപാടാ. നോക്കിക്കോ, കൊണ്ടിരുത്തുകയും ചെയ്യും, ചീത്ത പറയുകയും ചെയ്യും. ഒന്ന് പോടാ, മൊഴി എടുക്കാനായിരിക്കും. ആ, അങ്ങനെ സമാധാനിച്ചിരുന്നോ? അവന്മാരെ ഭയങ്കര സ്വാധീനമുള്ളവന്മാരാ. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാജ്മോഹനെ തൂക്കി അകത്താക്കി. അപ്പൊ പിന്നെ അവന്മാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെക്കും. അലക്സ ഒന്ന് പെട്ടെന്ന് പോവാം. നമുക്ക് 4 മണിക്ക് അവിടെ ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നേ. വഴി അറിയോ അലക്സിന്? നമ്മളെ കുറച്ചിങ്ങോട്ട് പോകുന്നില്ലയോ? ഇനി കുറെ ചുറ്റി പോകേണ്ടി വരും. ഒന്ന് പെട്ടെന്ന് പോവോ? നീ വണ്ടി എടുക്കടാ. എന്താ? ഇങ്ങോട്ട് വന്നേ. ഇത് കേസാക്കേണ്ടതാട്ടാ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അകത്താക്ക. അവളെയും ആ മാമച്ചാരെയും കൂടി അകത്താക്ക. മേഡത്തിനോട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ പറ. പോകുന്ന വഴി ജില്ലാതിർത്തി കടക്കുന്നതിന് മുൻപേ ജീപ്പ് വളഞ്ഞങ്ങോട്ട് പിടിച്ചോളും. SP വിളിക്കാൻ ഞാൻ ഫോൺ എടുത്തതാ. ചിത്ര സമ്മതിച്ചില്ല. അവള് പറയുന്ന അതുകൊണ്ട് പ്രയോജനമില്ലെന്ന്. പിന്നെ ആ തന്തപ്പടി അമ്മാവച്ചാര് അനന്തനെയും മറ്റും ആക്രമിച്ചതിന്റെ CCTV ദൃശ്യേ നമ്മുടെ ക്യാമറയെ പതിഞ്ഞിട്ടുണ്ട്. CCTVയാ? അതെവിടെ വെച്ചിരിക്കണേ? അതെവിടെയൊക്കെയാ വച്ചിരിക്കുന്നെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. എനിക്ക് പോലും അറിയില്ല. അടുക്കളയിലും സ്റ്റോറിലും ബെഡ്റൂമിലും ഒക്കെ ഉണ്ടെന്നാ പറയുന്നേ. അപ്പൊ ബാത്റൂമിലും കാണോ? അതും അവൾക്കേ അറിയൂ. നേരത്തെ എന്ന ജോലിക്കാരികൾക്ക് ചിലരെ മോഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് പിടിക്കാൻ വെച്ചതാ. പിന്നെ അവളെ എല്ലായിടത്തും വെച്ചു. അപ്പൊ സാറിന്റെ കള്ളത്തരം മേഡം പിടിച്ചു കാണൂലേ? ഹേയ്, ഞാൻ പച്ച മനുഷ്യനാ, അതവൾക്കറിയാം. നമസ്കാരം സർ. എന്താ? സിയെ കാണാൻ വന്നതാ. CG ചെറിയൻ സാറാണോ? അതെ സർ. ഒരു മിനിറ്റ്.
ഓക്കെ സർ. അകത്തേക്ക് ചെന്നാൽ മതി. ആ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. അച്ഛാ പോയി വിട്. ഓ സർ, എന്താ CI സാറിനെ കാണാൻ വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യേ സർ. ഒരു ലേഡി കാണാമെന്നിരിക്കുന്നു. വെയിറ്റ് ചെയ്യാൻ പറയും. ശരി സർ. കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ. ശരി. അല്ല ഒച്ചാപ്പാ, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണോ? ഇവിടെ പാറാവുകാരും കാണുന്നില്ലല്ലോ. എടാ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലടാ, ഇത് അതിലും മൂത്തതാ. നീ CBI എന്നൊക്കെ കേട്ടിട്ടില്ലയോ? സൈബർ. അപ്പൊ പിന്നെ ഇവിടെ ഇടിമുറി ലോക്കപ്പ് ഒക്കെ കാണുമോ? ഏടാ നീ ആ പണ്ടേ ആ ജീപ്പ് കേസിലെ കല്ലേലി പോലീസ് സ്റ്റേഷൻ പിടിച്ചോണ്ട് പോയില്ലയോ? അവിടുത്തെ ഇടുമുറി ഇരുട്ടുമൊക്കെ കണ്ടോണ്ടേ നിന്റെ മനസ്സിൽ കിടക്കുന്ന ഭയമാ. അത് കൊച്ചാപ്പാ, എനിക്ക് ഈ പോലീസുകാരുടെ യൂണിഫോം കാണുമ്പോഴേ ഭയങ്കര പേടിയാ. ഈ ഇറക്കത്തോട്ട് നമ്മുടെ ജീപ്പിന്റെ ബ്രേക്ക് പോയൊരു തോന്നലാന്നേ. ഓക്കെ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തു. ആ ശരി. ഓക്കെ. ലോ സർ. ഇനി വന്നേ, അവരെ വിളി. സർ. സർ, ചെല്ലാൻ പറഞ്ഞു. സർ, ആൻസി വർഗീസ്. ഇരിക്കും. ആൻസി വർഗീസ് അല്ലേ? രാജ്ഭവന് പകരം ഇനി ഞാനാ, അറിഞ്ഞല്ലോ അല്ലേ? ഇല്ല, ഇവിടെ CAയുടെ ഓഫീസിൽ വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഈ വീഡിയോ നിങ്ങളെ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാ? അത് ഞങ്ങളുടെ MDയുടെ മകൻ ഋഷി. പക്ഷേ അയാളുടെ മൊഴിയൊന്നും രാജ്മോഹന്റെ ഫയലിൽ കാണുന്നില്ലല്ലോ. ആൻസി കൊടുത്തിരിക്കുന്ന സംശയിക്കപ്പെടുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെയും ഫാമിലിയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽപ്പെടുന്ന ആൾക്കാരാണ് പന്തളം ബേബിയും ചക്രപാണിയും. അവരുടെ മൊഴി ഈ രാജ്മോഹൻ എടുത്തിട്ടുമില്ല. അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ. ഈ രാജ്മോഹൻ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നോ പ്രോബ്ലം, ഞാൻ കണ്ടോളാം.